ഒറീസയിലെ നരങ്പത്താർ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. അപ്പോൾ ഗ്രാമത്തിന്റെ നടുവിലായിട്ടുള്ള ഒരു കുഴൽക്കിണറാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാണാക്കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഴൽക്കിണർ. ഇത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു ഈ കുഴൽക്കിണർ. അപ്പോൾ തന്നെ ഉള്ളപ്പോൾ നമുക്ക് മിക്കവാറും ഇതിൽ വെള്ളം എടുക്കാൻ കഴിയത്തില്ല. അന്ന് ചെയ്തൊരു കാര്യം ഇതാണ്. എന്ത് ചെയ്യും, ഇവിടെ നമ്മളിങ്ങനെ, ഞാനത് കാണിച്ചു തരാം, ഇങ്ങനെ പെട്ടെന്ന് 2-3 തവണ ഇങ്ങനെ ആട്ടിയിട്ട് നേരെ അപ്പുറത്ത് വെള്ളം വീഴുമ്പോൾ ആ വെള്ളം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുഖം ഇങ്ങനെ കഴുകി. സൂപ്പർ സൂപ്പർ സൂപ്പർ. വെള്ളം വീണ്ടും കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഇതുപോലെ ഇങ്ങനെ ആട്ടിയിട്ട് തന്നെ ഉള്ളൂ നമ്മൾ. അപ്പോൾ അതിങ്ങനെ നല്ല തണുപ്പുള്ള വെള്ളമുണ്ട്, സൂപ്പർ വെള്ളം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ കുഴൽക്കിണർ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ എത്രയോ നാൾ മുമ്പ് അല്ലേ ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ടാവും അല്ലേ. എത്രയോ ആഴത്തിലേക്ക് അത് കുഴിച്ചത് കൊണ്ടാണ് നല്ല ശുദ്ധിയുള്ള നല്ല വെള്ളം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എന്തിൻ്റെയും പിന്നിൽ നല്ലൊരു ഹാർഡ് വർക്ക് നടന്നിട്ടുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കുന്നു, വെള്ളം ഒരിക്കലും പാഴാക്കരുത്, അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നല്ലൊരു ദിനം നേരുന്നു. ബൈ.